താൻ കമ്മ്യൂണിസ്റ്റ് പാന്താവിലേക്ക് നടന്നു കയറിയ JNU ക്യാമ്പസിൽ അവസാനമായെത്തിയ സീതാറാം യെച്ചൂരിക്ക് JNU വികാരനിർഭരമായ അന്തരീക്ഷത്തിൽ ലാൽ സലാം വിളികളോടെ വിട ചൊല്ലി. ഇടത് രാഷ്ട്രീയത്തിൻ്റെ പോരാട്ട വീഥികളിൽ മുന്നോട്ടു നീങ്ങാൻ യെച്ചൂരിക്ക് ആദ്യ ഇന്ധനം പകർന്നു നൽകിയ JNUവിലെ അന്തിമോപചാര ചടങ്ങിൽ പങ്കെടുക്കാൻ കനത്ത മഴയിലും നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തി. എയിംസിൽ നിന്നും പാർട്ടി നേതാക്കളും കുടുംബവും ഏറ്റുവാങ്ങിയ യെച്ചൂരിയുടെ മൃതദേഹം വൈകിട്ട് 5 മണിയോടെ JNU ക്യാമ്പസിലെത്തിച്ചു. ഇവിടെ സ്റ്റുഡൻസ് വെൽഫെയർ ഹാളിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു. തനിക്ക് മാർക്സിസത്തിനെക്കുറിച്ച് ശരിയായ ധാരണ ലഭിക്കുന്നത് JNUവിൽ നിന്നായിരുന്നുവെന്ന് ഒരിക്കൽ വ്യക്തമാക്കിയ ഇന്ത്യയുടെ വിപ്ലവ സൂര്യനായി മാറിയ സൗമ്യനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമൊക്കെയായിരുന്ന യെച്ചൂരിക്ക് ഉജ്ജ്വലവും വികാരതീവ്രവുമായ അന്ത്യാഭിവാദ്യമാണ് ഈ ക്യാമ്പസ് അർപ്പിച്ചത്. തൻ്റെ ഇടതുപക്ഷ പോരാട്ടത്തിന് SFIയിലൂടെ തുടക്കം കുറിക്കാൻ പ്രേരണയും പ്രചോദനവുമായി ഒപ്പം നിന്ന CPM നേതാവ് പ്രകാശ് കാരാട്ടാണ് ആദ്യം അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ബൃന്ദ കാരാട്ട്, MA ബേബി, കനയ്യകുമാർ, സ്വരാ ഭാസ്കർ, MPമാരായ ജോൺ ബ്രിട്ടാസ്, AA റഹീം തുടങ്ങി ഒട്ടേറെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. JNU വിദ്യാർത്ഥി യൂണിയൻ, അധ്യാപക യൂണിയൻ, നിരവധി വിദ്യാർത്ഥി സംഘടനകൾ എന്നിവയ്ക്കു വേണ്ടിയും അന്ത്യാഞ്ജലി അർപ്പിക്കുകയുണ്ടായി. 35 മിനിറ്റിലേറെ നീണ്ട വികാരനിർഭരമായ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം പിന്നീട് വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി.